ഈ കോൺട്രാക്ടർ EPC കോൺട്രാക്ട് ആണ്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ PWD ഒരു വർക്ക് ചെയ്യിപ്പിക്കുവാണെങ്കിൽ PWD അത് ഡിസൈൻ ചെയ്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആണ് ചെയ്യുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർ ആണ് ഇതിന്റെ എസ്റ്റിമേറ്റും കോസ്റ്റും എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ KNR എന്ന് പറയുന്ന കമ്പനിക്കാണ് ഇതിന്റെ ആദ്യത്തെ റീച്ച്, അതായത് കോഴിക്കോട് നിന്നുള്ള റീച്ചിലെ നമ്മുടെ കെട്ട് ഇടിഞ്ഞു വീണെടുത്ത വർക്ക് അവരാ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ KNR-നും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ഈ കൺസൾട്ടൻസിക്കും ആണ് ഇതിന്റെ പ്രധാന ഉത്തരവാദിത്വം. ഇവരെല്ലാം ഈ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന ജോലികൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സൂപ്പർവിഷൻ വർക്ക് മാത്രമാണ് അതോറിറ്റിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ചെയ്യാനുള്ളത്. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് ഭൂമിയേക്കാൾ താഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ ചതുപ്പ് നിലന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ എലിവേറ്റഡ് ഹൈവേയും, ഉയർന്ന കുന്ന് സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ ടണലുമാണ്. ഇപ്പൊ നമ്മുടെ മംഗലപുരത്തു നിന്നുള്ള സീൻ കാണിച്ചു. അപ്പൊ അവിടെയൊക്കെ സത്യത്തിൽ അത് ടണലിൽ കൂടെ പോകേണ്ടിയിരുന്നു. പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കാതെ, പ്രകൃതിയെ വേദനിപ്പിക്കാതെ ചെയ്തിരുന്നെങ്കിൽ. എന്റെ ഇക്കാര്യത്തിലുള്ള ഒരു ആശങ്ക, ഇവിടെ മഴ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, ഇവിടെ മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ഈ ഹൈവേ കടന്നു പോകുന്ന വീടുകളിലെ കുടുംബാംഗങ്ങൾ എങ്ങനെ കിടന്നുറങ്ങും? ഇപ്പൊ തന്നെ ഉച്ചയ്ക്ക് ഒരു 2-3 വിഷ്വൽ വന്നു. അംഗപരിമിതിയുള്ള അശോകൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഇന്നലെ ഓട്ടയടയ്ക്കാൻ കൊണ്ടുപോയി ഒഴിച്ച ടാറ് അത് മുഴുവൻ ഒഴുകി അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ വീണിരിക്കുക. ഇനി അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ കുറച്ചു മുമ്പ് അവിടെ എത്തി അദ്ദേഹത്തോട് അവിടെ സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ സംരക്ഷണ ഭിത്തി ആദ്യം കെട്ടിക്കൊടുത്തായിരുന്നെങ്കിൽ, ആദ്യം കെട്ടിയിട്ടാണ് ഈ പണി നടത്തിയിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണത്തിനോടുള്ള ഒരു അത്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഇവിടെ എലിവേറ്റഡ് ഹൈവേ പണിയേണ്ടടുത്ത് ചെളിക്കകത്ത് കുഴച്ച് മണ്ണും കൂടി ഇട്ടു. അതിനോട് തന്നെ ഒപ്പം തന്നെ ഞങ്ങൾ ഇതേ സംബന്ധിച്ചൊരു പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാരണം, ഈ റീച്ചിൽ ഒരൊറ്റ മലയാളി ഉദ്യോഗസ്ഥന്മാരില്ല. വടക്കേ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാര് അവിടുത്തെ മണ്ണിന്റെ ദൃഢത ഒക്കെ കണക്കാക്കിയിട്ടാണ് ഇവിടെ ഈ പണി നടത്തിയത്. നമുക്കറിയാം, ഇവിടുത്തെ നമ്മുടെ വയലിലെ ചെളിക്കകത്തോട്ട് മണ്ണും കൂടെ ഇട്ട് നിയമപരമായി ഓരോ അടിക്കും അത് റോള് ചെയ്ത് അതിന്റെ ഉറപ്പ് വരുത്തി സോയിൽ ടെസ്റ്റ് നടത്തണം. ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ഭൂമിയെ പറ്റി പഠിച്ചില്ല, ഭൂമിയുടെ അതിന്റെ ശേഷി വർദ്ധിപ്പിക്കാനായി ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആരാണ്? ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഇതിൽ നമ്മുടെ ഭൂമിയെ പറ്റി അറിയുന്ന ആരും ഒരു ഉദ്യോഗസ്ഥർ പോലും ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടതും ഇത്തരത്തിൽ ഭൂമിയെ പറ്റി പഠിക്കേണ്ടതും അതിന് കൂടുതൽ ശേഷി നൽകേണ്ടതുണ്ടെങ്കിൽ അത് നൽകേണ്ടതൊക്കെ ആരാണ്? അല്ല, അപ്പൊ എനിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഗഡ്കരി മിനിസ്റ്റർ ഇക്കാര്യത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നയാളാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇവിടെ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ എവിടെ ഇങ്ങനത്തെ വർക്കുകൾ കൊടുത്താലും അത് ഈ പറഞ്ഞ പോലെ കോൺട്രാക്ടർ തന്നെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സിസ്റ്റത്തിലുള്ള വർക്കാണെങ്കിലും അതിനകത്തൊരു കണ്ടീഷൻ വെക്കണം. ആ നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ തദ്ദേശീയമായ ആളുകൾ, അതിൽ 1-2 പേരെങ്കിലും അതിന്റെ എഞ്ചിനീയറിംഗ് സ്കില്ലുള്ളവരോ അല്ലാതെ ആളുകളോ ആ കൂടെ ഉണ്ടെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ല. ഇത് സംബന്ധിച്ച് ഇപ്പം നമുക്ക് കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ജീവന് പേടിച്ച് രാത്രി കിടന്നുറങ്ങണം എന്ന് വെച്ചാലും ഇതിന്റെ ഗ്യാരണ്ടി പീരീഡിലായതുകൊണ്ട് ഈ കമ്പനിക്ക് തന്നെ ഇവിടെ പണിയേണ്ടി വരും ഈ തുടർ പണികൾ. പിന്നെ ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളും കൂടെ ചില അമിത താല്പര്യം കാണിച്ചു. 6 മാസം കഴിഞ്ഞിട്ട്, അല്ലെ 6 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കേണ്ടത് അവരെ ഹറിബറി വെച്ചിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളാണിത് കൊണ്ടുവന്നുള്ള ഒരു അവകാശവാദത്തിന് വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് ഏറ്റവും വേഗം പണിയെടുപ്പിച്ചു. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ തന്നെ പണിയുന്ന ഒരു വീടാണെങ്കിലും അതിന്റെ മേസ്ത്രിയെ കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കോൺട്രാക്ടറെ കൊണ്ട് മകൻ വിദേശത്തു നിന്ന് വരും, അതുകൊണ്ട് ഇത്ര ദിവസത്തിനകം ഇത് പണി പൂർത്തിയാക്കണം എന്ന് വെച്ചാൽ അവർ കർമ്മം കഴിക്കുന്നത് പോലെ പണിയും. അവസാനം വീട്ടിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി, അല്ലെങ്കിൽ തറ മുഴുവൻ പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി, അതൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ, ഇപ്പൊ ആ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും, ഇനി ഈ റോഡ് പണിയിപ്പിച്ചതിന്റെ അവകാശവാദവുമായി ഒരു രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൽ വോട്ട് പിടിക്കാൻ വരില്ല എന്നൊരു ഉറപ്പുണ്ട്. ഇത് സത്യത്തിൽ നാട്ടുകാരുടെയാണ് ഈ പണം. അതായത് EPC കരാർ അനുസരിച്ച് 40% പണം ആദ്യമേ കോൺട്രാക്ടർക്ക് കൊടുക്കുകയും പിന്നീട് 60% പണം ഈ ടോള് പിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർന്നില്ല, ഇവർക്ക് ഇതിന്റെ മുതൽ മുടക്കിന്റെ ലാഭവും എല്ലാം കൂടെ കൊടുക്കണം. അപ്പൊ ആക്ച്വലി ഈ പണം മുഴുവൻ ഈ നാട്ടുകാരുടെ തന്നെയാണ്.
ഈ നാട്ടുകാരുടെ പണം പിരിച്ചിട്ടാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത്. നാട്ടുകാർ തന്നെയാണ്. 10-15 വർഷം കഴിയുമ്പോഴേക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ മുടക്കിയതിനേക്കാൾ എത്രയോ ഇരട്ടി പൈസ അവരുടെ കയ്യിലേക്ക് എത്തുമെന്നുള്ളത് സംശയമില്ല. നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മുടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ടുന്ന അവസ്ഥയാണ്.